പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ പനമരം GLP സ്കൂളിൽ ഒരു വീഡിയോ എടുക്കാൻ വന്ന ഞായറാഴ്ച. അപ്പൊ അപ്പുറത്തൊരു മേഡം നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താ സംഭവം. പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ്. അവർക്ക് കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികം ഉണ്ടാകാം, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിൽ വയനാട് ജില്ലാ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് കുമാർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറേ, ഇതേ കുറിച്ചിട്ട് ഒന്ന് പറയാം. പദ്ധതി തുക ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് കഴിവില്ലാത്ത ആളുകൾക്ക് ഡിഗ്രി പഠനം നടത്തുവാനുള്ള അവസരം നൽകുന്നുണ്ട്. ഓക്കെ സാറേ, എന്തായാലും ഈ ജില്ലാ സാക്ഷരതാ മിഷൻ എന്ന് പറഞ്ഞാൽ പലർക്കും പൂർണ്ണമായിട്ട് അറിയില്ല. സംഭവം 10ാം ക്ലാസ് ഇങ്ങനെ എഴുതി പാസ്സാകാം, അത്ര മാത്രമേ അറിയുള്ളൂ സ്കൂളിൽ പോകാത്തവർക്ക്. ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു. മാഡത്തിന്റെ പേരെന്താ? എൻ്റെ പേര് റെജില. റെജില മാഡം, എന്താണ് അവിടെ നടക്കുന്നത്? നിങ്ങൾ അവിടെ ഇപ്പൊ നടക്കുന്നത് ഒരു സെന്റ് ഓഫ് പ്രോഗ്രാം ആണ്. അതായത് നമ്മൾ ഒരിക്കൽ പഠനം നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം പഠിതാക്കളുടെ തുടർ പഠനത്തിന്റെ ഭാഗമായിട്ട് ജില്ലാ സാക്ഷരതാ മിഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അതില് 54ഓളം പഠിതാക്കള് പഠിക്കുന്നുണ്ട്. അതില് പലതരം പ്രായത്തിലുള്ളവര്, അതായത് 56 ഏജ് ഉള്ള ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനെയാണ്. ഇപ്പൊ +2 ആണ്. സെന്റ് ഓഫ് പ്രോഗ്രാം ആണ് നടക്കുന്നത്. നമുക്ക് അടുത്ത മാസം ജൂലൈ 4-ന് എക്സാം ആണ് വരുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് എന്തായാലും സെന്റ് ഓഫ്. സെന്റർ വരുന്നത് നമുക്ക് പനമരം ഹൈസ്കൂളിലാണ്. അപ്പോൾ ഇത് ഏത് ദിവസമാണ്, എത്ര അതിന്റെ ടൈം കാര്യങ്ങളൊക്കെ? ദിവസം വരുന്നത് നമുക്ക് 2ാം ശനി ഉണ്ട്. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ട്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ടൈം വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി. സ്റ്റേജിലുള്ള വിശിഷ്ട അതിഥികൾ ആരാണെന്ന് പറയുകയാണെങ്കിൽ? സ്റ്റേജിലുള്ളത് ഏറ്റവും ആദരണീയനായ സാക്ഷരതാ ജില്ലാ മിഷന്റെ കോർഡിനേറ്റർ ശ്രീ പ്രശാന്ത് സാർ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സെന്റർ കോർഡിനേറ്റർ സാജിറ മിസ് ഉണ്ട്. പിന്നെ മുൻപ് ഉണ്ടായിരുന്ന, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സെന്റർ കോർഡിനേറ്റർ ജിൻസി മിസ് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകര് എല്ലാവരും ഉണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള അധ്യാപകരോട് ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സാജിറ ഹനീഫ. വീട് വാഗേരിയാണ്. ഞാൻ കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ തുല്യതാ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് പൂതാടി ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ പ്രവർത്തന പരിധി. അതിൻ്റെ ഭാഗമായിട്ട് 4 വയനാട് ജില്ലയിൽ 4, 7, 10 +1 ഡിഗ്രി തുല്യതാ പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എനിക്ക് 10ാം ക്ലാസ്സിൻ്റെയും ഹയർ സെക്കൻഡറിൻ്റെയും ചുമതലയാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് തുല്യതാ പഠന രംഗത്ത് അനേകം പഠിതാക്കളെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും സമൂഹത്തിൻ്റെ ഉന്നത മേഖലയിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഏറ്റവും വളരെ സന്തോഷം തോന്നുന്നത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ കണ്ടെത്തി അവരെ രജിസ്റ്റർ ചെയ്ത് അവർക്ക് പഠനത്തിന് അവരെ സെൻറ്ററുകളിൽ എത്തിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠനം നൽകി അവരെ വിജയിപ്പിച്ച് അവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ അവർക്ക് ഹയർ മേഖലയിലേക്ക് പോകുവാനും പ്രമോഷൻ ലഭിക്കുവാനും, അതേപോലെ അംഗൻവാടി ടീച്ചർ, ആശാ വർക്കർ, ഞാൻ നൽകിയിട്ടുള്ള എൻ്റെ ഒരു പഠിതാവ് ആർമിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലേക്ക് ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ വർഷം ഇപ്പം ഞാൻ പനമരം ഹയർ സെക്കൻഡറിയിൽ തുല്യതാ പഠനത്തിൻ്റെ ചാർജാണ് വഹിക്കുന്നത്. ഇനി ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുൽപ്പള്ളിയിൽ നിന്ന് വരുന്ന സുധാമണി, അവരുടെ മകള് ഒരു ഓട്ടിസം, അതായത് ഭിന്നശേഷിയുള്ള ഒരു മകളാണ്. അമ്മയും മകളും ക്ലാസ്സുകളിൽ വന്ന് കൂട്ടുകാരികളെ പോലെ ക്ലാസ്സുകളിൽ പഠനം നടത്തുകയും അവർ കൈപിടിച്ച് വരുന്നത് കാണുമ്പോഴും ആ ഒരു അമ്മയുടെ കെയറിങ്ങും തനിക്ക് ലഭിക്കുന്ന അതേ വിദ്യാഭ്യാസം തൻ്റെ മകൾക്കും ലഭിക്കണമെന്നുള്ള വളരെ ആഗ്രഹം കണ്ടപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു പോയി. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് സമൂഹത്തിൻ്റെ ഉന്നതിയിൽ, അവർക്ക് സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ജീവിത നിലവാരം ഉയർത്തുവാൻ ഒരു കൈത്താൾ എന്നെ കൊണ്ട് കൊടുക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകളെ കണ്ടെത്തി ഈ മേഖലയിൽ ഉയർന്ന രീതിയിലുള്ള ആളുകളെ ഉയർന്ന രീതിയിലേക്ക് അവരെ എത്തിക്കുവാൻ സാധിക്കണം. അതിന് എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും വേണമെന്ന്. വയനാട് ജില്ലാ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പ്രശാന്ത് കുമാർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറേ, ഇതേ കുറിച്ചിട്ട്
ഒന്ന് പറയുകയാണെങ്കിൽ സാക്ഷരതാ മിഷന്റെ സാക്ഷരതാ മിഷന്റെ ഇപ്പം പ്രധാനപ്പെട്ട പ്രവർത്തനം തുല്യതാ പരിപാടിയാണ്. നമുക്ക് സാക്ഷരതാ പ്രവർത്തനത്തിലൂടെ 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനുശേഷം 1998 അവശേഷിക്കുന്ന നിരക്ഷരരെ സാക്ഷരരാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കാനും വേണ്ടിയിട്ടാണ് സാക്ഷരതാ മിഷന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത്. അങ്ങനെ 2000 നാലാന്തര തുല്യതാ പരിപാടിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചു. 6 മാസം കൊണ്ട് പഠിതാവിൻ്റെ ജോലിയെയോ ജീവിത സാഹചര്യങ്ങളോ ബാധിക്കാതെ പഠനം നടത്താൻ കഴിയുന്ന രീതിയിൽ നാലാന്തര തുല്യതാ പരിപാടി വിജയകരമായിട്ട് മുന്നോട്ട് പോയി. 2005 ഈ നാലാന്തരം വിജയിച്ച ആളുകൾക്ക് വേണ്ടി 7ാന്തര തുല്യതാ പരിപാടിക്ക് തുടക്കം കുറിച്ചു. 8 മാസത്തെ കോഴ്സാണ്. 8 മാസം കൊണ്ട് പഠിതാവിൻ്റെ സമയത്തിനും സാഹചര്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ലാസുകൾ നൽകി 7ാന്തരത്തിന് തുല്യമായ സർട്ടിഫിക്കറ്റ് നേടാൻ പഠിതാക്കൾക്ക് കഴിയുന്ന രീതിയിലാണ് 7ാന്തരം തുല്യതാ പരിപാടി കേരളത്തിൽ നടപ്പിലാക്കിയത്. 7ാന്തരം തുല്യത ജയിച്ചവർക്ക് 10ാന്തരം തുല്യതാ കോഴ്സിലേക്ക് ചേരാനുള്ള അവസരം ലഭിച്ചു. 10ാന്തരം എന്ന് പറയുന്നത് ഇപ്പം 10ാന്തരത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാന്തരം എന്ന് പറയുന്നത് 7ാന്തരം ജയിച്ച 17 വയസ്സ് പൂർത്തിയായ ആർക്ക് വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാം. 45 ദിവസം മാത്രമാണ് ക്ലാസ്. 45 ഞായറാഴ്ചകളിൽ പൊതു അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ ഞായറാഴ്ചകളിലുമായി 45 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സിലൂടെ 185 മണിക്കൂർ പഠിച്ചുകൊണ്ട് PSC അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് SSLC സർട്ടിഫിക്കറ്റ് നൽകുന്ന കോഴ്സാണ് 10ാന്തര തുല്യതാ കോഴ്സ്. ഈ 10ാന്തരം വിജയിച്ചവർക്ക് വേണ്ടി ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ 10ാന്തരം ജയിച്ചവരായാലും അല്ലാത്ത 10ാന്തരം തുല്യത വഴി ജയിച്ചവരായാലും അവർക്ക് വേണ്ടി ഹയർ സെക്കൻഡറി തുല്യതാ പരിപാടി 2015 ആരംഭിച്ചു. ഇപ്പോൾ അത് 10ാമത് ബാച്ചിലേക്ക് എത്തി നിൽക്കുകയാണ്. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് നമുക്ക് അറിയാം 2 വർഷം കൊണ്ട് 45 ദിവസം വീതം ഉള്ള 2 ബാച്ചുകളായിട്ടാണ് +1 +2 ബാച്ചുകളായിട്ടാണ് 10ാന്തരം കോഴ്സ് ഹയർ സെക്കൻഡറി ബാച്ച് ഇവിടെ നടപ്പിലാക്കിയത്. അങ്ങനെ ഹയർ സെക്കൻഡറി ജയിച്ചു കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയിലും പോയിക്കൊണ്ട് ഡിഗ്രി പഠനം നടത്തുവാനുള്ള അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് ഹയർ സെക്കൻഡറി തുല്യതാ സർട്ടിഫിക്കറ്റായിട്ട് നൽകുന്നത്. ഇപ്പോൾ അതിന് PSC അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഹയർ സെക്കൻഡറി തുല്യത കഴിഞ്ഞാൽ 5 വർഷത്തെ LLB കോഴ്സിന് ചേരാൻ സാധിക്കും. നമ്മുടെ ഹയർ സെക്കൻഡറി തുല്യത വിജയിച്ച ഒരുപാട് ആളുകൾ LLB കോഴ്സിന് ഇപ്പം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയനാട് ജില്ലാ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി തുല്യത വിജയിച്ചവർക്ക് വേണ്ടി പദ്ധതി തുക ഉപയോഗിച്ചുകൊണ്ട് ഡിഗ്രി കോഴ്സിന് ചെയ്യുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഡിഗ്രി കോഴ്സിന് അവസരം നൽകുന്നുണ്ട്. അതും ഇപ്പം വയനാട് ജില്ലയിലെ 3 മുനിസിപ്പാലിറ്റികളിലും ഡിഗ്രിയുടെ പദ്ധതി തുക ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് കഴിവില്ലാത്ത ആളുകൾക്ക് ഡിഗ്രി പഠനം നടത്തുവാനുള്ള അവസരം നൽകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകളാണ് ഈ അനൗപചാരിക വിദ്യാഭ്യാസം വഴി തുല്യതാ പഠനം വഴി നമ്മുടെ പൊതുസമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതേക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. വളരെ എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് തുല്യതാ കോഴ്സുകൾ. ഇപ്പം ന്യൂ സ്കീമിലാണ് പഠനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ CE മാർക്ക് ഉൾപ്പെടെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ജയിക്കേണ്ട മാർക്കിൻ്റെ പകുതിയിൽ കൂടുതൽ മാർക്ക് CE മാർക്കായിട്ട് പഠിതാക്കൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ജോലിയെയോ ജീവിത സാഹചര്യങ്ങളോ ബാധിക്കാതെ പഠനം നടത്തി ആഗ്രഹിക്കുന്ന തല പഠനം നടത്തി അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള അവസരമാണ് സാക്ഷരതാ മിഷൻ നമ്മുടെ മുഴുവൻ തുല്യതാ പഠിതാക്കൾക്ക് നൽകുന്നത്. സാർ, അപ്പോൾ അതിന് ഒരു പ്രായപരിധി 17 വയസ്സ് മുതലാണ് 10ാന്തരത്തിന് അഡ്മിഷൻ നൽകുന്നത്. ഹയർ സെക്കൻഡറിക്ക് 22 വയസ്സ് പൂർത്തിയാവണം എന്നുള്ള നിബന്ധനയുണ്ട്. ഉയർന്ന പ്രായപരിധി ഇല്ല. ഏത് പ്രായത്തിലുള്ള ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ പനമരം GLP സ്കൂളിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ഇത് 2 വർഷം ഒരുമിച്ച് പഠിച്ച കുട്ടികൾ അവരുടെ കോഴ്സ് ഇപ്പോൾ ഹയർ സെക്കൻഡറി കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഒരു യാത്രയയപ്പ് പരിപാടിയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ 2 വർഷം അവരെ പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ആദരിച്ച് അപ്പം എല്ലാവരോടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പരിപാടി, ഒരു യാത്രയയപ്പ് പരിപാടി എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇന്നിവിടെ ഈ പരിപാടി നടത്തുന്നത്. ഓക്കെ സാർ, എന്തായാലും ഈ ജില്ലാ സാക്ഷരതാ മിഷൻ പറഞ്ഞാൽ പലർക്കും പൂർണ്ണമായിട്ട് അറിയില്ല. സംഭവം 10ാം ക്ലാസ് ഇങ്ങനെ എഴുതി പാസ്സാകാം, അത്ര മാത്രമേ അറിയുള്ളൂ സ്കൂളിൽ പോകാത്തവർക്ക്. ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.